ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗാർഹിക പീഡന നിരോധന നിയമം. 2005 നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി സംരക്ഷിക്കാൻ നിലവിൽ വന്ന നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005. എന്താണ്? ഇന്ത്യൻ ഭരണഘടന സ്ത്രീകൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി സംരക്ഷിക്കാൻ നിലവിൽ വന്ന നിയമമാണ്. കുടുംബാംഗങ്ങളിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ ഏൽക്കുന്ന ശാരീരികം, മാനസികം, ലൈംഗികം, സാമ്പത്തികം, വാചികം എന്നീ രീതിയിലുള്ള അതിക്രമങ്ങളെയാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗാർഹിക പീഡനത്തിന്റെ നിർവചനം? കുടുംബാംഗങ്ങളിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ ഏൽക്കുന്ന ശാരീരികം, മാനസികം, ലൈംഗികം, സാമ്പത്തികം, വാചികം എന്നീ രീതിയിലുള്ള അതിക്രമങ്ങളെയാണ് ഗാർഹിക പീഡനം അഥവാ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005 പ്രകാരം ഇത്തരം പ്രവർത്തികൾ ശിക്ഷാർഹമാണ്. 2005 നിയമം വന്നത്. ഈ 2005 ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഇത്തരം പ്രവർത്തികൾ ശിക്ഷാർഹമാണ്. പരാതി നൽകാൻ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെയോ പോലീസിന്റെയോ സഹായം നേടാം. പരാതി നേടാൻ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെയോ പോലീസിന്റെയോ സഹായം സ്ത്രീകൾക്ക് നേടാവുന്നതാണ്. ഇനി ഈ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് പഠിക്കുക. 2005 സെപ്റ്റംബർ 13 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2005 സെപ്റ്റംബർ 13. ആ സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. APJ അബ്ദുൽ കലാം. പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26. അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2006 ഒക്ടോബർ 26. അധ്യായങ്ങൾ 5. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അധ്യായങ്ങളൊക്കെ പലപ്പോഴും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. വകുപ്പുകൾ 37. ഇനി അധികാരപരിധി എങ്ങനെയാണ്? ഇന്ത്യ മുഴുവനാണ് അധികാരപരിധി ഉള്ളത്. നിയമം നിലവിൽ വന്നപ്പോൾ ജമ്മു കാശ്മീർ ഒഴികെയുള്ള പ്രദേശത്തായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ജമ്മു കാശ്മീർ ആദ്യമേ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് ആയിട്ട് നിലനിൽക്കുമായിരുന്നല്ലോ. ഇപ്പോൾ അതെന്താണ്? നിയമം ഇപ്പം ഇന്ത്യയിൽ പാസ്സാക്കുന്ന എല്ലാ നിയമവും കാശ്മീരിനും ഒക്കെ ബാധകമാണ്. ഇനി പരാതിക്കാരി ആരാണെന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് 2 ക്ലോസ് A. 2A പറഞ്ഞിരിക്കുന്നത്. ആരാണ് പരാതിക്കാരി? എതിർകക്ഷിയുമായി ഗാർഹിക ബന്ധമുള്ളതോ ഉണ്ടായിരുന്നതോ ആയ എതിർകക്ഷിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക അതിക്രമത്തിന് ഇരയായതായി ആരോപണമുള്ളതായ ഏതൊരു സ്ത്രീയും പരാതിക്കാരിയാകുന്നു. അപ്പോൾ ആരാണ് ഒരു പരാതിക്കാരി എന്ന് പറയുന്നത്? എതിർകക്ഷിയുമായി ഗാർഹിക ബന്ധമുള്ളതോ ഉണ്ടായിരുന്നതോ ആയ എതിർകക്ഷിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക അതിക്രമത്തിന് ഇരയായതായി ആരോപണമുള്ളതായ ഏതൊരു സ്ത്രീയും പരാതിക്കാരിയാണ്. ഗാർഹിക ബന്ധത്തെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 2F. സെക്ഷൻ 2Fലാണ് ഗാർഹിക ബന്ധത്തെ പറ്റി പറയുന്നത്. ഒരു വീട്ടിൽ ഒരുമിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ രക്തബന്ധം വഴിയോ വിവാഹത്തെ തുടർന്ന് വിവാഹം പോലെയുള്ള ബന്ധത്തെ തുടർന്നോ ദത്തെടുത്തതിനെ തുടർന്നോ കൂട്ടുകുടുംബങ്ങളായി ജീവിച്ച 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് ഗാർഹിക ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗാർഹിക ബന്ധം എങ്ങനെയാണ്? ഏത് രീതിയിലും ആകാം അല്ലെ? ഒരു വീട്ടിൽ ഒരുമിച്ച് ഏതെങ്കിലും ഘട്ടത്തില് അത് രക്തബന്ധം വഴിയാകാം, അല്ലെങ്കിൽ വിവാഹത്തെ തുടർന്ന് ആകാം, പിന്നെന്താണ്? വിവാഹം പോലെയുള്ള ബന്ധത്തെ തുടർന്നാകാം, ദത്തെടുത്തതിനെ തുടർന്നാകാം, കൂട്ടുകുടുംബങ്ങളായോ ജീവിച്ച 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും ആകാം. അപ്പൊ ഏത് രീതിയിലും ആകാം. അപ്പൊ അതിനെപ്പറ്റി അതാണ് ഒരു ഗാർഹിക ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഗാർഹിക ബന്ധത്തെ പറ്റി പറയുന്ന സെക്ഷനാണ് 2F. ഇനി എതിർകക്ഷിയെ പറ്റി പറയുന്നതാണ്, നിർവഹിച്ചിരിക്കുന്നതാണ് 2Qലാണ്. 2Qലാണ് എതിർകക്ഷിയെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ. പരാതിക്കാരിക്ക് ഗാർഹിക ബന്ധം ഉള്ളതോ ഉണ്ടായിരുന്നതോ ആയ പ്രായപൂർത്തിയായ പുരുഷൻ എന്നർത്ഥം. പരാതിയുള്ള ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ദാമ്പത്യത്തിന് സമാനമായ ബന്ധത്തിൽ ജീവിച്ച സ്ത്രീക്ക് ഭർത്താവിന്റെ അഥവാ പുരുഷ പങ്കാളിയുടെ ബന്ധുവിനെതിരെയും പരാതി നൽകാം. അപ്പൊ എന്താണ്? പുരുഷ പങ്കാളിയുടെ ബന്ധുവിനെതിരെയും പരാതി നൽകാവുന്നതാണ്. അപ്പൊ എതിർകക്ഷിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് 2Qലാണ്. എന്താണ് ഒരു എതിർകക്ഷി എന്ന് പറയുന്നത്? പരാതിക്കാരിക്ക് ഗാർഹിക ബന്ധമുള്ളതോ ഉണ്ടായിരുന്നതോ ആയ പ്രായപൂർത്തിയായ പുരുഷൻ എന്നർത്ഥം.
പരാതിയുള്ള ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ദാമ്പത്യത്തിന് സമാനമായ ബന്ധത്തിൽ ജീവിച്ച സ്ത്രീക്ക് ഭർത്താവിന്റെ അഥവാ പുരുഷ പങ്കാളിയുടെ ബന്ധുവിനെതിരെയും പരാതി നൽകാവുന്നതാണ്. അതായത് ഭർത്താവ് തന്നെ ആയിരിക്കണമെന്നില്ല, അല്ലാതെ ഇപ്പൊ ലിവിങ് ടുഗെദർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ലിവിങ് ടുഗെദറിലുള്ള നമ്മുടെ പങ്കാളിക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീക്ക് അവരുടെ പങ്കാളിക്ക് എതിരെയും കേസ് നൽകാവുന്നതാണ്. പങ്കുപാർത്ത വീട് സെക്ഷൻ 2S പറയുന്നത്. പങ്കുപാർത്ത വീടിനെ പറ്റി പറയുന്നത് സെക്ഷൻ 2S പറയുന്നത്. പരാതിക്കാരി ഒറ്റയ്ക്കോ എതിർകക്ഷിയോടൊപ്പമോ ഗാർഹിക ബന്ധപ്രകാരം ജീവിക്കുന്നതോ എന്നെങ്കിലും ജീവിച്ചതോ ആയ വീട് എതിർകക്ഷിക്ക് ഹർജിക്കാരിക്കോ അവകാശമോ അധികാരമോ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷി അംഗമായിട്ടുള്ള കൂട്ടുകുടുംബത്തിന്റെ വീടുമാകാം. അപ്പൊ എന്താണ് പങ്കുപാർത്ത വീടെന്ന് പറയുന്നത്? ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു വീടിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നിർവചനമാണ് പറഞ്ഞിരിക്കുന്നത്. പരാതിക്കാരി ഒറ്റയ്ക്കോ എതിർകക്ഷിയോടൊപ്പമോ ഗാർഹിക ബന്ധപ്രകാരം ജീവിക്കുന്നതോ എന്നെങ്കിലും ജീവിച്ചതോ ആയ വീട് എതിർകക്ഷിക്ക് അല്ലെങ്കിൽ ഹർജിക്കാരിക്കോ അവകാശമോ അധികാരമോ താല്പര്യമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷി അംഗമായിട്ടുള്ള കൂട്ടുകുടുംബത്തിന്റെ വീടുമാകാം. ഏത് രീതിയിലും ആകാം. ഈ ഗാർഹിക അതിക്രമത്തിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 3. ഗാർഹിക അതിക്രമത്തിനെ നിർവഹിച്ചിരിക്കുന്നതാണ് സെക്ഷൻ 3. സെക്ഷൻ 3 ഗാർഹിക അതിക്രമം. പരാതിക്കാരിയെ മാനസികമോ ശാരീരികമോ ആയി മുറിവേൽപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ അവരുടെ ആരോഗ്യം, സുരക്ഷ, ജീവിത സ്വാസ്ഥ്യം, ശാരീരിക അവയവങ്ങൾ എന്നിവയെ അപകടത്തിൽ ആക്കുന്നതുമായ പ്രവൃത്തി. അപ്പൊ എന്താണ് ഒരു ഗാർഹിക അതിക്രമം എന്ന് പറയുന്നത്? ഗാർഹിക അതിക്രമങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 3 ആദ്യത്തെ എന്താണ്? പരാതിക്കാരിയെ മാനസികമോ ശാരീരികമോ ആയി മുറിവേൽപ്പിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ അവരുടെ ആരോഗ്യം, സുരക്ഷ, ജീവിത സ്വാസ്ഥ്യം, ശാരീരിക അവയവങ്ങൾ എന്നിവയെ അപകടത്തിൽ ആക്കുന്നതുമായ എന്തെങ്കിലും പ്രവൃത്തി. അടുത്തത് ശാരീരികമോ ലൈംഗികമോ വാചികമോ വൈകാരികമോ സാമ്പത്തികമോ ആയി പീഡിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള എതിർകക്ഷിയുടെ പ്രവൃത്തി. ഉപേക്ഷ, കർമ്മം, പെരുമാറ്റം എന്നിവ ഗാർഹിക പീഡനമായി കണക്കാക്കപ്പെടും. അപ്പൊ എന്തൊക്കെയാണ് ഗാർഹിക പീഡനത്തിൽ വരുന്നത്? ശാരീരികമോ ലൈംഗികമോ വാചികമോ വൈകാരികമോ സാമ്പത്തികമോ ആയി പീഡിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള എതിർകക്ഷിയുടെ പ്രവൃത്തി. പിന്നെ ഉപേക്ഷ, കർമ്മം, പെരുമാറ്റം എന്നിവയൊക്കെ ഗാർഹിക പീഡനമായിട്ട് കണക്കാക്കപ്പെടും. സ്ത്രീധനത്തിനോ സ്വത്തിനോ നിയമവിരുദ്ധമായ എന്തെങ്കിലും ആവശ്യം സാധിക്കുന്നതിന് പരാതിക്കാരിയെയോ അവരുമായി ബന്ധമുള്ള മറ്റാരെയെങ്കിലും എതിർകക്ഷി നിർബന്ധിക്കുകയോ പീഡിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്യുന്നത് ഗാർഹിക പീഡനമായിട്ട് വരും. അപ്പൊ എന്താണ്? സ്ത്രീധനത്തിനോ സ്വത്തിനോ നിയമവിരുദ്ധമായ എന്തെങ്കിലും ആവശ്യം സാധിക്കുന്നതിനോ പരാതിക്കാരിയെയോ അവരുമായി ബന്ധമുള്ള മറ്റാരെയെങ്കിലും എതിർകക്ഷി നിർബന്ധിക്കുകയോ പീഡിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഗാർഹിക പീഡനത്തിന്റെ പരിധിയിലാണ് വരുന്നത്. അടുത്തത് ലൈംഗിക പീഡനം എന്നാൽ, ഇനി പ്രത്യേകം പറയുവാണ്, ലൈംഗിക പീഡനം എന്നാൽ എന്താണ്? ലൈംഗിക സ്വഭാവമുള്ള അംഗവിക്ഷേപം, അപമാനിക്കൽ, സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്ന ഏതൊരു തരം പ്രവൃത്തിയും ഉൾപ്പെടുന്നു. അപ്പൊ ലൈംഗിക പീഡനം എന്നാൽ എന്താണ്? ലൈംഗിക സ്വഭാവമുള്ള അംഗവിക്ഷേപം, അപമാനിക്കൽ, സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയും ഈ ലൈംഗിക പീഡനത്തിൽ ഉൾപ്പെടും. വാചികവും വൈകാരികവുമായ പീഡനം എന്നാൽ എന്താണെന്നാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. വാചികവും വൈകാരികവുമായ പീഡനം. നാണം കെടുത്തൽ, ഇരട്ടപ്പേര് വിളിക്കൽ, കുഞ്ഞില്ലാത്തതിന്റെയോ ആൺകുഞ്ഞില്ലാത്തതിന്റെയോ പേരിൽ അധിക്ഷേപിക്കൽ, പരാതിക്കാരിക്ക് താല്പര്യമുള്ള എന്തെങ്കിലും വ്യക്തിയെ ഉപദ്രവിക്കുമെന്ന ഭീഷണി എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. വാചികം എന്ന് വെച്ചാൽ എന്താണ്? പറച്ചില് അല്ലെ, വാക്കുകൊണ്ടുള്ള പീഡനം. അതാണ് നാണം കെടുത്തൽ, കളിയാക്കുന്നു അല്ലെ, ഇരട്ടപ്പേര് വിളിക്കല്, കുഞ്ഞില്ലാത്തതിന്റെയോ ആൺകുഞ്ഞില്ലാത്തതിന്റെയോ പേരിൽ അധിക്ഷേപിക്കൽ, പരാതിക്കാരിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിയെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ എന്താണ്? അതും ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് സാമ്പത്തിക പീഡനം എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തിക പീഡനം പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപരമായോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാകുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം
എന്താണ്? സാമ്പത്തിക പീഡനമാണ്. അതായത് പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപരമായോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിന്റെ വാടകയോ എന്നിവയെല്ലാം അപഹരിക്കുക. അതായത് സ്ത്രീധനം, സ്വത്ത്, ജീവനാംശം എന്നിവയൊക്കെ അപഹരിച്ചെടുക്കുക, നിഷേധിക്കുക, കൊടുക്കാതിരിക്കുക, ലഭ്യമാകുന്നത് തടയുക, പരാതിക്കാരുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയവയൊക്കെ എന്താണ്? ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പ്രത്യേകം പറഞ്ഞാൽ അത് സാമ്പത്തിക പീഡനത്തിന്റെ പരിധിയിൽ വരും. ഇനി ആർക്കൊക്കെയാണ് പരാതി നൽകാവുന്നത്? ആർക്കൊക്കെ പരാതി നൽകാം? ഇരയാകപ്പെടുന്ന സ്ത്രീക്ക് പരാതി നൽകാവുന്നതാണ്. ഇരയാകപ്പെടുന്ന സ്ത്രീക്ക് തന്നെ പരാതി നൽകാവുന്നതാണ്. അതല്ലെങ്കിൽ ഇരയായവർക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്കും പരാതി നൽകാം. ഇരയായവർക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്ക് പരാതി നൽകാം. സന്നദ്ധ സംഘടനയ്ക്കും പരാതി നൽകാം. അപ്പൊ ആർക്കൊക്കെ പരാതി നൽകാം? ഇരയാകപ്പെടുന്ന സ്ത്രീക്ക് നൽകാം, ഇരയായവർക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്ക് പരാതി നൽകാം, പിന്നെ സന്നദ്ധ സംഘടനയ്ക്കും പരാതി നൽകാവുന്നതാണ്. സംരക്ഷണ ഉത്തരവുകൾ നേടിയെടുക്കുവാനായി സമീപിക്കാവുന്നത് ആരെയൊക്കെയാണ് എന്നാണ് അടുത്തത് പറയുന്നത്. ആരെയൊക്കെയാണ് സംരക്ഷണ ഉത്തരവുകൾ നേടിയെടുക്കാനായി നമുക്ക് സമീപിക്കാവുന്നത്? ഒന്നാമത്തെയാണ് സംരക്ഷണ ഉദ്യോഗസ്ഥ. സംരക്ഷണ ഉദ്യോഗസ്ഥനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അടുത്തതാണ് സേവനദാതാക്കൾ. സേവനദാതാക്കളുണ്ട്, പോലീസ് ഉണ്ട്, മജിസ്ട്രേറ്റ് ഉണ്ട്, സംരക്ഷണ ഉദ്യോഗസ്ഥനുണ്ട്, സംരക്ഷണ ഉദ്യോഗസ്ഥൻ ഉണ്ട്. കേരള പോലീസിന്റെ അപരാജിത, വുമൺസ് സെൽ, കുടുംബശ്രീ എന്നിവ വഴിയും സഹായം തേടാവുന്നതാണ്. അപ്പം ആരെയൊക്കെയാണ് നമുക്ക് ഈ സംരക്ഷണ ഉത്തരവുകൾ നേടിയെടുക്കാനായിട്ട് സമീപിക്കാവുന്നത്? സംരക്ഷണ ഉദ്യോഗസ്ഥനുണ്ട് അല്ലെ, സേവനദാതാക്കളുണ്ട്, പോലീസ് ഉണ്ട്, മജിസ്ട്രേറ്റ് ഉണ്ട്. പിന്നെ എന്താണ്? നമുക്ക് അപരാജിത പോർട്ടൽ ഉണ്ട് അല്ലെ, കേരള പോലീസിന്റെ അപരാജിത പോർട്ടൽ ഉണ്ട്, വുമൺസ് സെൽ, കുടുംബശ്രീ എന്നിവ വഴിയൊക്കെ നമുക്ക് പരാതി നൽകാവുന്നതാണ്, നമുക്ക് സമീപിക്കാവുന്നതാണ്. ഗാർഹിക പീഡന കേസുകളിൽ ഇരയാക്കപ്പെടുന്നവരുടെ സഹായത്തിനായി ഈ നിയമത്തിന്റെ 8-ാം വകുപ്പ് പ്രകാരം നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ. അപ്പൊ ആരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗാർഹിക പീഡന കേസുകളിൽ ഇരയാക്കപ്പെടുന്നവരുടെ സഹായത്തിനായി ഈ നിയമത്തിന്റെ 8-ാം വകുപ്പ് പ്രകാരം നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ. നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. അപ്പൊ സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ. ഇനി ആരെയെല്ലാം സംരക്ഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധി, രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ പ്രതിനിധി. അപ്പൊ ആരെയെല്ലാമാണ് സംരക്ഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കാവുന്നത്? സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധി, രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കളുടെ പ്രതിനിധി എന്നിവരെയൊക്കെ സംരക്ഷണ ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കാവുന്നതാണ്. ഇനി ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കാം. ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കാം. സാമൂഹ്യ രംഗത്ത് 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉള്ളയാളായിരിക്കും. അപ്പൊ എന്താണ്? എക്സ്പീരിയൻസ് വേണം അല്ലെ? സാമൂഹ്യ രംഗത്ത് 3 വർഷത്തിൽ കുറയാത്ത പരിചയമുള്ള ആളായിരിക്കണം. സ്ത്രീകൾക്കാണ് മുൻഗണന. സ്ത്രീകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എന്താണ്? സ്ത്രീകൾക്കായിരിക്കും മുൻഗണന. കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. കാലാവധി 3 വർഷമാണ്. ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ കാലാവധി 3 വർഷമാണ്. സംരക്ഷണ ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിന്റെയോ സർക്കാരിന്റെയോ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കും. അപ്പൊ എന്താണ്? സംരക്ഷണ ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിന്റെയോ സർക്കാരിന്റെയോ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കും. ഇനി അധികാര ചുമതലകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 9-ലാണ്. അധികാര ചുമതലകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 9-ലാണ്. എന്തൊക്കെയാണ് അധികാര ചുമതലകൾ? നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ മജിസ്ട്രേറ്റിനെ സഹായിക്കുക. നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ മജിസ്ട്രേറ്റിനെ സഹായിക്കുക. അതാണ് ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ജോലി എന്ന് പറയുന്നത്. പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുക. അപ്പൊ എന്താണ്? പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് നൽകുക. DIR എന്നാണ് പറയുന്നത്. DIR. ഇനി അടുത്ത ചുമതല എന്താണ്? DIR തയ്യാറാക്കാനുള്ള അധികാരം സേവനദാതാവ് സംരക്ഷണ ഉദ്യോഗസ്ഥന് ആയിരിക്കും. അപ്പൊ എന്താണ്? DIR തയ്യാറാക്കാനുള്ള അധികാരം സേവനദാതാവ് അല്ലെങ്കിൽ സംരക്ഷണ ഉദ്യോഗസ്ഥന് ആയിരിക്കും. ശാരീരിക ക്ഷതമുണ്ടെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് സംവിധാനമൊരുക്കൽ. ശാരീരിക ക്ഷതമുണ്ടെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് സംവിധാനമൊരുക്കൽ.
ആവശ്യമെങ്കിൽ സുരക്ഷാ ഭവനങ്ങളിൽ താമസം ഏർപ്പാടാക്കൽ. ആവശ്യമെങ്കിൽ സുരക്ഷാ ഭവനങ്ങളിൽ താമസം ഏർപ്പാടാക്കൽ. സാമ്പത്തിക സഹായം ലഭ്യമാക്കുക. നിയമപ്രകാരം കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനായിരിക്കും. അപ്പൊ നിയമപ്രകാരം കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനായിരിക്കും. വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ചുകൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് നൽകുന്നത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ എന്തൊക്കെയാണ് ചുമതല എന്നാണ് ഈ പറയുന്നത്? സംരക്ഷണ ഉദ്യോഗസ്ഥന്റെ ചുമതലകളാണ് ഇതൊക്കെ. അപ്പൊ എന്താണ്? വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ചുകൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് നൽകുന്നത് ആർക്കാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. വകുപ്പ് 12 പ്രകാരം മജിസ്ട്രേറ്റിന് മുൻപാകെ പരാതിക്കാരിക്ക് നേരിട്ട് പരാതി ബോധിപ്പിക്കുകയും ആവാം. അപ്പൊ എന്താണ്? സംരക്ഷണ ഉദ്യോഗസ്ഥന്, പോലീസ് എന്നിവർക്കൊക്കെ നമുക്ക് പരാതി നൽകാമെങ്കിലും എന്താണ്? പരാതിക്കാരിക്ക് നേരിട്ട് പരാതി ബോധിപ്പിക്കുക. അത് മജിസ്ട്രേറ്റിന് മുൻപാകെ ആയിരിക്കും ബോധിപ്പിക്കുക. വകുപ്പ് 12 പ്രകാരമാണ്. വകുപ്പ് 12 പ്രകാരം. കൗൺസിലിംഗ് നടത്തുന്നതിന് മജിസ്ട്രേറ്റിന് നിർദ്ദേശിക്കാവുന്നതാണ്. അടുത്തതാണ് കൗൺസിലിംഗ് നടത്തുന്നതിന് മജിസ്ട്രേറ്റിന് നിർദ്ദേശിക്കാം. നിയമപ്രകാരം പരാതി കോടതിയിൽ ലഭിച്ചതിന്മേൽ വാദം കേൾക്കാനുള്ള തീയതി തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ്. നിയമപ്രകാരം പരാതി കോടതിയിൽ ലഭിച്ചതിന്മേൽ വാദം കേൾക്കാനുള്ള തീയതിയൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? മജിസ്ട്രേറ്റ് ആണ്. പരാതി കോടതിയിൽ ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ വാദം കേൾക്കണം. പരാതി കോടതിയിൽ ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ വാദം കേൾക്കണം. ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനകം തീർപ്പാക്കണം. ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനകം പരാതി തീർപ്പാക്കിയിരിക്കണം. ഇനി പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകളാണ്. ഏതൊക്കെ രീതിയിൽ ഉത്തരവുകളാണ് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്? ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ പരാതിയിന്മേൽ എന്തൊക്കെ ഉത്തരവുകൾ പുറപ്പെടുവിക്കാം? സംരക്ഷണ ഉത്തരവുകൾ, താമസ സൗകര്യ ഉത്തരവുകൾ, സാമ്പത്തിക പരിഹാര ഉത്തരവുകൾ, നഷ്ടപരിഹാര ഉത്തരവുകൾ, കസ്റ്റഡി ഉത്തരവുകൾ, ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവുകൾ. അപ്പൊ ഏതൊക്കെ ഉത്തരവുകളാണ് പുറപ്പെടുവിക്കാവുന്നത്? സംരക്ഷണ ഉത്തരവുകൾ, താമസ സൗകര്യ ഉത്തരവുകൾ, സാമ്പത്തിക പരിഹാര ഉത്തരവുകൾ, നഷ്ടപരിഹാര ഉത്തരവുകൾ, കസ്റ്റഡി ഉത്തരവുകൾ, ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവുകൾ എന്നിവയൊക്കെയാണ്. പരാതി പരിഗണിക്കുന്ന വേളയിൽ പരാതിക്കാരിക്കും കുട്ടികൾക്കും പ്രതിമാസ ചെലവിന് നൽകുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിന് എതിർകക്ഷിയോട് നിർദ്ദേശിക്കുവാൻ ഈ വകുപ്പ് മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്നു. അപ്പൊ പ്രതിമാസ ചെലവിനുള്ള തുക പരാതിക്കാരിക്കും കുട്ടിക്കും, കുട്ടിയുണ്ടെങ്കിൽ കുട്ടിക്കും ഒക്കെ നിർദ്ദേശിക്കുവാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഇപ്രകാരം അനുവദിക്കുന്ന തുക നൽകുവാൻ എതിർകക്ഷി വിമുഖത കാട്ടിയാൽ അയാളുടെ തൊഴിലുടമയിൽ നിന്നും ആ തുക ഈടാക്കി എടുക്കുന്നതിനും കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? ഇപ്രകാരം അനുവദിക്കുന്ന തുക നൽകുവാൻ എതിർകക്ഷി വിമുഖത കാട്ടിയാൽ അയാളുടെ തൊഴിലുടമയിൽ നിന്നും ആ തുക ഈടാക്കി എടുക്കുന്നതിനും കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അടുത്തതാണ് സംരക്ഷണ ഉത്തരവ്. സംരക്ഷണ ഉത്തരവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷനാണ് 18. സംരക്ഷണ ഉത്തരവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 18 ആണ്. ഗാർഹിക അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ടും അത്തരം പീഡനങ്ങളും കൃത്യങ്ങളും നടക്കുന്നതിൽ നിന്നും അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ വിലക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാം. അപ്പൊ എന്താണ്? ഗാർഹിക അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ടും അത്തരം പീഡനങ്ങളോ കൃത്യങ്ങളോ നടത്തുന്നതിൽ നിന്നും അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ വിലക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാം. ഗാർഹിക പീഡനത്തിന് ഇരയായ അവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. അപ്പൊ എന്താണ്? ഗാർഹിക പീഡനത്തിന് ഇരയായ ആളുടെ അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാവുന്നതാണ്. ഇരയായവരുമായി നേരിട്ടോ തപാൽ, ഫോൺ മുതലായ മാധ്യമങ്ങൾ വഴിയോ ആശയവിനിമയം നടത്തുന്നതും വിലക്കാം. ഇരയായവരുമായിട്ട് നേരിട്ടോ തപാല്, ഫോണ് മുതലായ മാധ്യമങ്ങൾ വഴിയോ ആശയവിനിമയം നടത്തുന്നതും വിലക്കാം. ഗാർഹിക അതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയും അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? ഗാർഹിക അതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാവുന്നതാണ്. അടുത്തതാണ് താമസ സൗകര്യ ഉത്തരവ്. സെക്ഷൻ 19 പറയുന്നത്. താമസ സൗകര്യ ഉത്തരവ് സെക്ഷൻ 19 ആണ്.
പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കാവുന്നതാണ്. അപ്പൊ എന്താണ്? പരാതിക്കാരിക്ക് നിയമപരമായി അവകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിയോടൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ കോടതിക്ക് വിലക്കാവുന്നതാണ്. പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും ഇരയാക്കപ്പെടുന്നയാൾ താമസിക്കുന്ന വീട്ടിലേക്കോ പങ്കുപാർത്ത വീട്ടിലേക്കോ അതിലെ ഏതെങ്കിലും ഭാഗത്തേക്കോ പ്രവേശിക്കരുതെന്ന് എതിർകക്ഷിയോട് നിർദ്ദേശിക്കുവാൻ കഴിയും. അപ്പൊ എന്താണ്? പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും ഇരയാക്കപ്പെടുന്നയാൾ താമസിക്കുന്ന വീട്ടിലേക്കോ പങ്കുപാർത്ത വീട്ടിലേക്കോ അതിലെ ഏതെങ്കിലും ഭാഗത്തേക്കോ പ്രവേശിക്കരുതെന്ന് എതിർകക്ഷിയോട് നിർദ്ദേശിക്കുവാൻ കഴിയും. പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിന് എതിർകക്ഷി ശ്രമിക്കുന്നത് വിലക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് അടുത്തത്? പങ്കുപാർത്ത വീട് വിൽക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റെന്തെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുന്നതിന് എതിർകക്ഷി ശ്രമിക്കുന്നതിന് വിലക്കാൻ കഴിയും. പങ്കുപാർത്ത വീട്ടിൽ താമസിക്കൽ അസാധ്യമാണെങ്കിൽ അതേ നിലവാരത്തിലുള്ള മറ്റ് താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതിനും അതിനായുള്ള വാടക നൽകുന്നതിനോ എതിർകക്ഷികളെ നിർദ്ദേശിച്ച ഉത്തരവിടാനും ഈ വകുപ്പ് പ്രകാരം കഴിയും. അപ്പൊ എന്താണ്? പങ്കുപാർത്ത വീട്ടിൽ താമസിപ്പിക്കൽ അസാധ്യമാണെങ്കിൽ അതേ നിലവാരത്തിലുള്ള മറ്റ് താമസ സൗകര്യം ഏർപ്പെടുത്താൻ സാധിക്കും. അതിനുള്ള വാടക എന്താണ്? എതിർകക്ഷിയിൽ നിന്ന് ഈടാക്കാനായിട്ട് ഉത്തരവിടാനായിട്ട് സാധിക്കും. പരാതിക്കാരിക്ക് അവകാശപ്പെട്ട സ്ത്രീധനം, വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും വസ്തുവോ തിരികെ നൽകുവാൻ എതിർകക്ഷിയോട് നിർദ്ദേശം നൽകുന്നതിന് മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. പരാതിക്കാരിക്ക് അവകാശപ്പെട്ട സ്ത്രീധനം അതല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തു, മറ്റെന്തെങ്കിലും വസ്തു തിരികെ നൽകാനായിട്ട് എതിർകക്ഷിയോട് ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ നിർദ്ദേശം നൽകാനുള്ള അധികാരം മജിസ്ട്രേറ്റിനുണ്ട്. ഇനി അടുത്തത് സെക്ഷൻ 27 എന്താണ് പറയുന്നത് നോക്കാം. സെക്ഷൻ 27 പ്രകാരം പരാതിക്കാരി സ്ഥിരമായോ താൽക്കാലികമായോ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലം, എതിർകക്ഷി താമസിക്കുകയോ ജോലി ചെയ്യുന്ന സ്ഥലം, പരാതിക്ക് ആധാരമായ സംഭവം നടന്ന സ്ഥലം എന്നിവയിൽ എവിടെയെങ്കിലുമുള്ള മജിസ്ട്രേറ്റ് മുൻപാകെയാണ് ഈ നിയമപ്രകാരമുള്ള പരാതി സമർപ്പിക്കേണ്ടത്. ഈ നിയമപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ ഇന്ത്യയിൽ എവിടെയും നടപ്പാക്കാവുന്നതാണ്. അപ്പൊ സെക്ഷൻ 27 എന്താണ് പറയുന്നത്? 27 പ്രകാരം എന്താണ്? പരാതിക്കാരി സ്ഥിരമായോ താൽക്കാലികമായോ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന സ്ഥലം, അതല്ലെങ്കിൽ എതിർകക്ഷി താമസിക്കുകയോ ജോലി ചെയ്യുന്ന സ്ഥലം, പരാതിക്ക് ആധാരമായ സംഭവം നടന്ന സ്ഥലം എന്നീ എവിടെയെങ്കിലും ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് പരാതി സമർപ്പിക്കേണ്ടത്. ഈ നിയമപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ ഇന്ത്യയിൽ എവിടെയും നടപ്പാക്കാവുന്നതുമാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കോടതി ഉത്തരവുകൾ പാലിക്കാൻ എതിർകക്ഷികൾ ബാധ്യസ്ഥരാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കോടതി ഉത്തരവുകൾ പാലിക്കുവാൻ എതിർകക്ഷികൾ ബാധ്യസ്ഥരാണ്. കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി സംരക്ഷണ ഉത്തരവും ഇടക്കാല സംരക്ഷണ ഉത്തരവും എതിർകക്ഷികൾ ലംഘിച്ചാൽ 31 ക്ലോസ് 1 പ്രകാരം എന്താണ്? 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ നൽകുക എന്ന കുറ്റമാണ് അതെന്ന് പറയുന്നത്. കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാല് എന്താണ്? സെക്ഷൻ 31(1) പ്രകാരം എന്താണ്? 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ ഫൈന് 20,000 രൂപ ഫൈന് ലഭിക്കും. കൃത്യനിർവഹണത്തിൽ വീഴ്ച പറ്റുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥനെതിരെയും കേസെടുക്കാം. മതിയായ കാരണം കൂടാതെ കൃത്യവിലോപത്തിന് സംരക്ഷണ ഉദ്യോഗസ്ഥന് 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ വരെയുള്ള പിഴയോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ ശിക്ഷ നൽകുവാൻ കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ പരാതി നമ്മൾ നൽകിയിട്ട് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സംരക്ഷണ ഉദ്യോഗസ്ഥന് പരാജയപ്പെടുകയാണെങ്കിൽ അയാൾക്കെതിരെയും ശിക്ഷയുണ്ട് അല്ലെ? സെയിം ശിക്ഷ തന്നെ, 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ 20,000 രൂപ ഫൈന്, അതല്ലെങ്കിൽ രണ്ടും കൂടിയോ സംരക്ഷണ ഉദ്യോഗസ്ഥനെതിരെയും മജിസ്ട്രേറ്റിന് ശിക്ഷ നൽകാനായിട്ട് സാധിക്കും. ഇനി അപ്പീലാണ്. ഉത്തരവ് വന്ന തീയതി മുതൽ 30 ദിവസത്തിനകം സെക്ഷൻസ് കോടതിയിൽ അപ്പീൽ നൽകണം. അപ്പൊ അപ്പീൽ നൽകുന്നത് എവിടെയാണ്? സെക്ഷൻസ് കോടതിയിലാണ്. ഉത്തരവ് വന്ന തീയതി മുതൽ 30 ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത്. ഇനി ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. എന്തൊക്കെ സവിശേഷതകളാണുള്ളത്?
സെക്ഷൻ 17 പ്രകാരം താമസിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്നു. സെക്ഷൻ 17 പ്രകാരമാണ് താമസിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്നത്. സെക്ഷൻ 17 ആണ്. സാമ്പത്തിക ആക്രമം തിരിച്ചറിഞ്ഞുകൊണ്ട് സാമ്പത്തിക ആശ്വാസം ഉറപ്പാക്കുന്നു. സാമ്പത്തിക ആക്രമം തിരിച്ചറിഞ്ഞുകൊണ്ട് സാമ്പത്തിക ആശ്വാസം ഉറപ്പാക്കുന്നു. വാക്കാലുള്ളതും വൈകാരികവുമായ ആക്രമണം തിരിച്ചറിയുന്നു. വാക്കാലുള്ളതും വൈകാരികവുമായ അക്രമം തിരിച്ചറിയുന്നു. കുട്ടിയുടെ താൽക്കാലിക സംരക്ഷണം നൽകുന്നു. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ താൽക്കാലിക സംരക്ഷണം നൽകുന്നു. കേസ് ഫയൽ ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ വിധികൾ വന്നിരിക്കണം. വിധികൾ നടത്തിയിരിക്കണം. കേസ് ഫയൽ ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ അത് വിധികൾ നടത്തിയിരിക്കണം. ഒരു കേസിൽ ഒന്നിലധികം വിധികൾ ഉണ്ടാകാം. ഒരു കേസിൽ ഒന്നിലധികം വിധികൾ ഉണ്ടായിരിക്കാം. കക്ഷികൾക്കിടയിൽ മറ്റ് കേസുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും PWDV ആക്ട് പ്രകാരം കേസുകൾ ഫയൽ ചെയ്യാം. കക്ഷികൾക്കിടയിൽ മറ്റ് കേസുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് PWDV ആക്ട് പ്രകാരം കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണ്. ഹർജിക്കാരന് പ്രതിക്കും അപ്പീൽ നൽകാവുന്നതാണ്. അപ്പൊ എന്താണ് പ്രതിക്കും ഹർജിക്കാരനും ഒക്കെ അപ്പീൽ നൽകാം. അടുത്തതാണ് 2005 ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ നിയമപ്രകാരം താഴെ പറയുന്ന പരിഹാരങ്ങൾ ലഭ്യമാണ്. ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെ സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻസ് നോക്കാം. എന്തൊക്കെ പരിഹാരങ്ങളാണ്? സെക്ഷൻ 18 സംരക്ഷണ ഉത്തരവിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 18 സംരക്ഷണ ഉത്തരവ്. സെക്ഷൻ 19 എന്താണ്? വിവാഹ വീട്ടിൽ താമസിക്കുന്നതിനുള്ള താമസ ഉത്തരവാണ് സെക്ഷൻ 19 എന്ന് പറയുന്നത്. സെക്ഷൻ 19 വിവാഹം കഴിച്ച വീട്ടില് താമസിക്കുന്നതിനുള്ള താമസ ഉത്തരവാണ് സെക്ഷൻ 19. 18 സംരക്ഷണ ഉത്തരവാണ്. സെക്ഷൻ 20 എന്താണ് പറയുന്നത്? തനിക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സംരക്ഷണം ഉൾപ്പെടുന്ന മോണിറ്ററി ഓർഡറുകളെ പറ്റി പറയുന്നു. സെക്ഷൻ 20 എന്താണ്? തനിക്കും കുട്ടിക്കും വേണ്ടിയുള്ള സംരക്ഷണം ഉൾപ്പെടുന്ന മോണിറ്ററി ഓർഡറുകളെ പറ്റിയാണ് സെക്ഷൻ 20 പറയുന്നത്. സെക്ഷൻ 21 കുട്ടികളുടെ താൽക്കാലിക കസ്റ്റഡിയെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 21. സെക്ഷൻ 21 എന്താണ്? കുട്ടികളുടെ താൽക്കാലിക കസ്റ്റഡിയെ പറ്റി പറയുന്നു. അടുത്തതാണ് സെക്ഷൻ 22. അവർക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര ഉത്തരവിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 22. അവൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാര ഉത്തരവ് നൽകുന്നതാണ് സെക്ഷൻ 22. അപ്പൊ അത്രയാണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005.